പണ്ട് മുതലേ ഒത്തിരി ആരാധകരുള്ള ഒരു ബ്രാൻഡാണ് JBL. ഇപ്പോഴും അതിന് കുറവൊന്നും വന്നിട്ടില്ല. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് JBLന്റെ ഒരു ആക്റ്റീവ് സബ്വൂഫറാണ്. 12 ഇഞ്ചിന്റെ സബ്വൂഫറാണ്. 500 വാട്ട്സ് ആണ് ഡൈനാമിക് പവർ വരുന്നത്. പ്രൊഡക്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊരു ആക്റ്റീവ് സബ്വൂഫറാണ്. JBLന്റെ സ്റ്റേജ് സീരീസിലുള്ള A120P എന്നാണ് മോഡൽ വരുന്നത്. 18.64 കിലോയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് മാറ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലുള്ള ഈ എഡ്ജുകൾ ഇത്തരത്തിൽ റൗണ്ട് ഷേപ്പിലാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. സ്റ്റേജ് സീരീസിലുള്ള ഓൺ വാൾ സ്പീക്കേഴ്സ് സബ്വൂഫറുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോണുകൾ ഇത്തരത്തിൽ വൈറ്റ് കളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു സെഗ്മെന്റിന്റെ ഐഡന്റിറ്റി ആയിട്ട് നമുക്കത് കണക്കാക്കാം. 500 വാട്ട്സ് ആണ് ഈ ഒരു സബ്വൂഫറിന്റെ പീക്ക് പവർ വരുന്നത്. 250 വാട്ട്സ് ആണ് RMS. 12 ഇഞ്ചിന്റെ പോളി സെല്ലുലോസ് വൂഫർ കോണുകളാണ് കമ്പനി ഈ ഒരു മോഡലിൽ കൊടുത്തേക്കുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ 35 ഹെഡ്സ് മുതൽ 150 ഹെഡ്സ് വരെയാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. 2 ഇൻക്ലൂഷറുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. താഴെയായിട്ട് പവർ ഓണും ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ച് വരുന്നതാണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വോൾട്ടേജ് സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അത് ബ്ലൂ കളർ ആണെന്നുണ്ടെങ്കിൽ ഓൺ ആണെന്നും റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ബൈ ആണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത്. തൊട്ടപ്പുറമായിട്ട് തന്നെ പവർ മോഡ് ഓണും ഓട്ടോ മോഡും കിടപ്പുണ്ട്. അതിൽ ഓൺ ആക്കിയിടുകയാണെങ്കിൽ സബ്വൂഫർ ഫുൾ ടൈം ഓൺ ആയി കിടക്കുകയും ഓട്ടോ മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിഗ്നൽ വരാത്ത സമയത്ത് സബ്വൂഫർ സ്റ്റാൻഡ് ബൈയിലേക്ക് ചേഞ്ച് ആവുകയും ചെയ്യും. അടുത്തത് ഫേസ്. നോർമലും റിസർവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 0 ഡിഗ്രി 180 ഡിഗ്രി നമ്മൾ പറയില്ലേ, ആ സെയിം സംഭവം തന്നെ. അടുത്തത് ക്രോസ് ഓവർ വോളിയം നോബുകൾ വരുന്നതാണ്. ക്രോസ് ഓവർ അഡ്ജസ്റ്റ് ചെയ്യാനും വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ഈ നോബുകൾ യൂസ് ചെയ്യാം. തൊട്ടപ്പുറമായിട്ട് തന്നെ സബ്വൂഫറിന്റെ ഇൻപുട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഭാഗം വരുന്നതാണ്. താഴെയായിട്ട് നമുക്ക് പവർ കണക്ട് ചെയ്യാനായിട്ടുള്ള യൂണിറ്റും നമുക്ക് കാണാം. ഇനി ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഡ്ത്ത് 37 സെന്റിമീറ്ററും ഹൈറ്റ് 39.5 സെന്റിമീറ്ററും ഡെപ്ത് 42 സെന്റിമീറ്ററുമാണ്. കുറഞ്ഞ ബഡ്ജറ്റിൽ 12 ഇഞ്ചിന്റെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സബ്വൂഫറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിന്റെ തന്നെ 10 ഇഞ്ചിന്റെ മോഡലും അവൈലബിൾ ആയിട്ടുണ്ട്. പ്രൈസ് അറിയാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക.